ഹായ് സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിംഗ് ആണ്. ഡെത്താണ് ആൻഡ് 10 of Wands, 7 of Swords and double, 4 of Swords and the Hierophant, the Chariot, Knight of Pentacles and 7 of Wands. സോറി, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഡെത്ത് കാർഡാണ് സംഭവിച്ചിരിക്കുന്നത്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ട്രാൻസ്ഫർമേഷനാണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ 10 of Wands വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തി കഷ്ടപ്പെട്ടിട്ട് ആ വ്യക്തിയുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാണ്. പിന്നെ നിങ്ങളോട് എന്തൊക്കെയോ ഹൈഡ് ചെയ്തു, നിങ്ങളെന്തോ കള്ളത്തരത്തിൽ എന്തൊക്കെയോ ചെയ്തു, ആ ഒരു റിഗ്രറ്റും കാര്യങ്ങളും ആയിട്ടാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി നടക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡ് ഒന്ന് ആടുന്നുണ്ട്, സോറി കേട്ടോ. അപ്പോൾ ആ ഒരു റിഗ്രറ്റിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ നിങ്ങളോട് ഭയങ്കര പാഷൻ ഉണ്ട്, ഇത് ഡബിളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഇപ്പോൾ അവർ അതൊക്കെ ആലോചിച്ചിട്ട് അവർ ആകെ ഒരു നെർവസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 of Swords ആണ് വന്നിരിക്കുന്നത്. 4 of Swords എന്ന് പറഞ്ഞാൽ അവർ മെഡിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ റെസ്റ്റ് എടുക്കുകയാണ് അവർ. ഓക്കെ, അവരുടെ സോളിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതവർ നോക്കുകയാണ്, എന്താണ് ഞാൻ ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഹെയറോപ്പൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അവർ ആ ഒരു പൗരാണികപരമായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു ചിലപ്പോൾ റൂറലായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അതായത് റൂറൽ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ആ വ്യക്തിക്കിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം, കാര്യങ്ങൾ പറയണം, തുറന്ന് പറയണം, മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ്. ഓക്കെ, മാത്രമല്ല ആ ബ്ലോക്ക് ചെയ്തതൊക്കെ ഇപ്പോൾ ബ്ലോക്ക് മാറ്റാനുള്ളൊരു സിറ്റുവേഷൻ, ഒരു പുതിയൊരു സ്റ്റാൻഡ് എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളിലേക്ക് വരണം എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇത് ചാരിറ്റാണ് വന്നിരിക്കുന്നത്. ചാരിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് എടുക്കണം, വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മാത്രമല്ല ആ ഒരു വ്യക്തി വളരെ എന്താ പറയുക, ചിന്താകുലമായിട്ട് ഇപ്പോൾ ചിന്തിക്കുക പറഞ്ഞാൽ ഭയങ്കര പരമായിട്ട് ചിന്തിക്കുകയാണ്. കാരണം അയാൾ ചെയ്ത തെറ്റുകളും കാര്യങ്ങളൊക്കെ അയാൾ സപ്രസ്സിൽ വരുന്നുണ്ട്. അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് മനസ്സിലായി, ഞാൻ ചെയ്തത് കള്ളത്തരമാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ അവർ ഈ ഒരു സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ നിങ്ങളോട് ഭയങ്കര അഡിക്ഷൻ ഉണ്ട്, മാത്രമല്ല ബാക്കിയുള്ള കാര്യത്തിലും എന്തൊക്കെയോ അഡിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലായി അവർ ഹീലിംഗ് പ്രോസസ്സിലൂടെ പോവുകയാണ്. അവരുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഒന്ന് ഹീൽ ചെയ്യുകയാണ് അവർ. ഓക്കെ, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങൾ തുറന്ന് പറയണം, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം മൂല്യമുള്ളതാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ആ വ്യക്തി ഇപ്പോൾ മൂല്യമുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും
ഒക്കെ ആലോചിക്കാൻ തുടങ്ങി. അതായത് മൂല്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പഴയ പാസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം പോകുന്നത്. അതാണിപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് റെസനേറ്റ് ആയവർ റെസനേറ്റ് ആയിട്ട് എടുക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യട്ടോ. മാത്രമല്ല ഇത് ക്ലിയർ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന റീഡിംഗ് ആണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. ഇനി റമദാനൊക്കെ കഴിഞ്ഞിട്ടേ ലൈവ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.